ഹലോ ഗൈസ്, അസ്സലാം വലൈക്കും. ഇന്ന് മറ്റോളിപ്പോൾ വരും കേട്ടോ. രാവിലെ നീച്ച് പിന്നെ രണ്ടാമത്തൊന്ന് കിടന്നാണ്. അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ സ്പെഷ്യലി അറിയുന്നത് മസാല ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ച്. എന്നത്തെയും മാതിരി മാവ് പൊന്തിയിട്ടില്ല അല്ലേ? കുറച്ച് ദിവസം മുന്നേ നല്ല പൊന്തലേനെയാണ്. പാകത്തിന് പൊന്തിക്കണേ അത് നടത്തീനി അങ്ങനെ ഉണ്ടാകുന്ന എന്നെ കജ്ജില് സുഖജീവിതം ലാഭലക്ഷ്യം ഡിസംബറില് പേറ് എന്താണ് പോയി പോലെടുക്കണി സുഖജീവിതം പ്രസവം എന്താ ഓ ഓള് സൗന്ദര്യം എല്ലാരും കാണും. അപ്പൊ നമ്മള് ഒരു കേങ്ങ അവിടെ നന്നാക്കി വെച്ചിരിക്കണ അടുത്ത് നന്നാക്കട്ടെ. മാവിന്റെ അവസ്ഥ ഇതാണ്. കുഴപ്പമൊന്നുമില്ല, മേലെ വരെ പൊന്തീനി. എന്നാലും ഉമ്മ പറഞ്ഞ ഒന്നും പൊന്തണ മാതിരില്ല, പൊന്തലാണ് വന്നിട്ടില്ല. പൊന്തിയപ്പോ തികയണില്ല. അപ്പൊ മസാല ദോശ ഉണ്ടാക്കട്ടെ ചട്ടിയില്. അതിലല്ലേ ഉണ്ടാക്കണേ? ചട്ടി ഉണ്ടാക്കാം, ചട്ടിയിൽ ഉണ്ടാക്കാം. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കല് തുടങ്ങട്ടെ. നമ്മള് ഉള്ളി വാട്ടാല്ലേ ചട്ടി വെച്ചേക്കണ്. മറ്റേ കുക്കറിൽ ഒരു തേങ്ങ ഇതാക്കിയതാ. തേങ്ങ ആവിയോട് ആവി വെക്ക്. ഇങ്ങനത്തെ കുക്കറിന്റെ പ്രത്യേകത ഇങ്ങനെ ആക്കൂലേ, നല്ലത് ഇതാണ്. ഉമ്മ പൂട്ടിയാലും ആവി പോക്കില്ലേ. ഇനിയിപ്പോ ഞാൻ പൂട്ടിയിട്ട് ഉമ്മ പൂട്ടിയിട്ടൊന്നും ആവി കൂടാനില്ല. എത്രങ്ങാനും വെളിച്ചെണ്ണ മോള് പാർന്ന് നോക്കി. ആന്നേ വെളിച്ചെണ്ണ പാലിത് മക്കളെ ഒരു മനസ്സുഖം. ഇന്നലെ വീഡിയോയില് കമന്റിലാണ് വെളിച്ചെണ്ണ ഇതിലാണ് ആദ്യമായിട്ട് കാണുന്നത്. വെളിച്ചെണ്ണന്റെ വില കൊണ്ടേ നമുക്ക് ആദ്യം എന്താ മസാല ഒക്കെ ഉണ്ടാക്കണം. മസാല ദോശക്കുള്ള മസാല ഉണ്ടാക്കുന്നത് ആദ്യം കടുക് പൊട്ടിക്കും. അവിടെ അപ്പൊ ഒരു കേക്ക് ചട്ടി പോകീണോക്ക. ചട്ടി പോകട്ടെ, ചൂടാവട്ടെ. പൊട്ടി തെറിച്ചോ? കരിയേപ്പിന്റെ കൊണ്ടുവരി ഇതാക്കണ. അതിന് കുറച്ചെടുത്തപ്പോ അത് പറ്റി ഉള്ളി ഇട്ടിട്ടാണ്. ഓള് കടുക് പൊട്ടിട്ട് നമുക്ക് ലേശം ഉലുവല്ലേ, അല്ല ഉഴുന്നില്ലേ, ഉഴുന്ന് അതിടാം. ഇത് തമിഴ്നാട്ടിലത്തെ കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കല് കേട്ടോ. കമന്റ് പറയും. ഉണ്ടാക്കാന്നറിയില്ല. ഞമ്മള് കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഇട്ടുകൂടി കയ്യിലുണ്ടുപാടി കയ്യിലൊക്കെ കൊണ്ടുവന്നിക്കണ്. ഇല്ല ഇല്ല കേട്ടോ. ഉലുവിന്റെ അല്ല ഉയർന്നിന്റെ കളറൊന്ന് മാറിയിട്ട് നമ്മൾ ഉള്ളി നമ്മളെ ഉയർന്ന കളറ് മാറി വന്നിട്ട് നമുക്ക് പച്ചമുളകും വെല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞത് പാത്രത്തൊക്കെ വടിച്ചെടുക്കുന്നതാണ്. കരിയേപ്പില കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മള് സാധനം ചട്ടിയിൽ ഇട്ടു. ഇനി ആവശ്യത്തിന് ഉപ്പിടുക. മാവ് കുറവാണ്. ഇതൊന്നല്ലേന്നുള്ളൂ. ഇതൊന്നല്ലേ ഒന്നുള്ളൂ. അന്നയുടെ പേടിയേ. ഞാനാ തിന്നിട്ട് ഞാൻ മറ്റേ ഭീമനല്ലേ. അതാണ് അന്നെ പേടിയാ. അന്നെ ഭയങ്കര പേടിയാ. ഭയങ്കര പേടിയാ. അപ്പൊ അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. ഇപ്പൊ കഴിഞ്ഞല്ലോ. അന്ന് വീല് പറയണ്ട, ഉപ്പിട്ടോ. നല്ലോ വേഗട്ടെ. ഇതില് കേരളം വേഗട്ടെ, അതിൽ ഉള്ളിയും വേഗട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങ കൊത്തി ഉടച്ചങ്ങാണ്ട് ഇതിൽ ഇടാം. കൊത്തി ഉടച്ച് കൊത്തി എങ്ങനെ കൊത്തി ഉടക്ക. അത് വളരെ സമ്മതിച്ചൂല. അപ്പൊ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് നമ്മള്. എന്റെ ഡേറ്റ് എന്നാ കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട്. സത്യം എന്റെ ഡേറ്റ് ഒന്നെങ്കിൽ ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ന്യൂ ഇയറിന്റെ അന്ന്, ജനുവരി ഫസ്റ്റ്. ഡിസംബർ ലാസ്റ്റ് ആണെങ്കിൽ നഷ്ടല്ലേ. ഞാൻ അതുവരെ നിക്കുവോന്നാണ് എന്റെ ഓക്ക് ആ ഡോക്ടർമാര് പറഞ്ഞ ഡേറ്റിലോ നോക്ക് നിക്കാൻ കഴിയൂല. ഓളൊറ്റക്ക് ഡേറ്റ് ഉണ്ടാക്കി പോക്കാണ്. ഫസ്റ്റത്തെ 7 മാസത്തില്, രണ്ടാമത്തത് 9 തികഞ്ഞിട്ടില്ല. അതിന് മുന്നേ അപ്പൊ ഇഞ്ഞത് എങ്ങനെയാന്ന് അറിയില്ല അല്ലേ. ഡേറ്റ് നോക്കിയിട്ട് കാര്യമില്ല. ഡേറ്റ് നോക്കിയിട്ട് കാര്യമില്ല. ഓളൊരു നിശ്ചിത ഡേറ്റ് അങ്ങ് ചിന്തിക്കും, ഞങ്ങളൊക്കെ അങ്ങ് പിന്നാലെ വായും അല്ലേ അമ്മ.
ഇപ്പൊ തന്നെ വെള്ളത്തുണിയൊക്കെ തിരിഞ്ഞേക്കണം എന്ന് പറഞ്ഞേ. ഇന്ത്യക്കടേ ഓളായതുകൊണ്ട് പേടിയാണ്. ഈ മാസായ പേടിയാണ് ഓളെ. ഫസ്റ്റ് ഡെലിവറിന്റെ ഒരു വീഡിയോ എടുക്കണം കേട്ടോ. സ്റ്റോറിയല്ലേ? ഫസ്റ്റ് ഡെലിവറിന്റെ അത് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യാ. കാരണം 7 മാസത്തില് അതിനോളെ പ്രസവം, കുട്ടി പ്രസവിച്ച പെറ്റ ടൈമില് 1.25, പിന്നെ ഐസിയിലും കാര്യമൊക്കെ ഇട്ടിട്ട് വെറും 900 ഗ്രാം ആയിട്ടാണ് ഞങ്ങളെ കൈക്ക് തരുന്നത്. ഒരു എലിക്കുട്ടി എങ്ങനെയാണോ ആ ലെവൽക്ക് ഇനി ഓന് ഫസ്റ്റത്തോന് കിട്ടും. അപ്പൊ ഓനോട് എല്ലാവർക്കും ഒരു ഇമ്പം കുറച്ച് കൂടുതലാണ്. പിന്നെ ലവ് സ്റ്റോറി പറയുന്നതിന് മുന്നേ ആണെങ്കിൽ ഞാൻ ഇത് പറയാം. അതാ എനിക്ക് ഇതിനോടുള്ള ക്യൂരിയോസിറ്റി. അത് കുഞ്ഞാനും മടി കുഞ്ഞാനും ഓള് ഞാൻ മാണല്ല പറയാന്. അത് ഡെലിവറി സ്റ്റോറി ആവുമ്പോ ഓളല്ലേ അനുഭവിച്ചത്. നമുക്ക് ശരിക്കും പറയാം. അപ്പൊ മറ്റേ പെരിന്തൽമണ്ണ ആയ ടൈമില് റിതു ഓരോ ദിവസം കഴിയുന്നതോടെ ഓരോ കുട്ടികൾ അവിടെ മരിച്ച, ഓരോ കുട്ടികൾക്ക് സീരിയസ് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോ ഡെലിവറി സ്റ്റോറി ഫസ്റ്റ് അവിടുന്നൊക്കെ ത്യാഗം ചെയ്ത് എല്ലാരും ഭയങ്കര കെതിയിട്ട് ഭയങ്കര ഇടങ്ങാറായി. ആകെ ഭയങ്കര ഇതിലേ ഓനെ നോക്കിയത് എന്നൊക്കെ പറഞ്ഞ കോഴിക്കുട്ടികളാ ലൈറ്റിന്റെ ഉള്ളിൽ ഇട്ടുന്ന മാതിരി. ഹൗ മനുഷ്യനൊക്കെ ചില്ലറ ചൂടുമ്പോകെല്ലാം കൊണ്ടുവക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓളെ ഡെലിവറി സ്റ്റോറി, ഫസ്റ്റത്തെ കുട്ടീനെ ഡെലിവറി സ്റ്റോറി വേണമെന്നുണ്ടെങ്കിൽ ഓളിരുന്ന് പറയുന്നതാണ്. ഇനിയിപ്പോ നമ്മൾ ഉള്ളി കരിയാന്റെ പ്രസവം കഴിയുമ്പത്തിന് അപ്പൊ ഉള്ളി നല്ല വയറ്റിയിട്ട് കാണാം. കരിയേപ്പ് ഇട്ടിട്ടോ, കരിയേപ്പ് ഇട്ടിക്കുന്നോന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു. ഉമ്മാന്റെ ഫാൻസ് ആണ് സെറ്റിനപ്പോ അല്ലേ? നമ്മളൊക്കെ അങ്ങോട്ട് മാറ്റി. പസൽ ഫാമിലിന്റെ വീഡിയോയില് 2 ദിവസം കണ്ടപ്പോ പസൽ ഫാമിലിത്തെ അമ്മായി എവിടെയാണ് അപ്പൊ ചോദ്യം. എന്താ പറയാല്ലേ? ഞാനേ എല്ലാരും അമ്മായിയാണ്. എല്ലാരും ഞാന് അമ്മായിയാണ്. പിന്നെ അമ്മായിയാണ്. അമ്മായിക്ക് സുഖല്ലേ? തറവാട്ടത്തെ മൂത്ത മരുവളാണ്. അതിന്റെ ഒരു അഹങ്കാരം ഉമ്മാക്കില്ല. ഇല്ലാട്ടോ, ഞാൻ അന്നും പാവാണെന്നും പാവാ. ഒറ്റക്ക് അറിയണ്ടേ? അതെ, എന്റെ അമ്മായിമാനോട് ചോദിച്ചാലറിയാം. ഞങ്ങൾക്ക് ഞാൻ നാത്തൂനോട് ചോദിച്ചാറിയാം. ഇനി ഫസലൂനോട് 2 ഫസലുകളോടും ചോദിച്ചാൽ ഈ അമ്മായി എങ്ങനെ ഫസലൂനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദിച്ചാല് ഓർക്ക് എല്ലാ വസ്തുവും പറഞ്ഞു തരും. അമ്മായി എങ്ങനെയാണ് അല്ലേ? അനുവിന് മോഡല് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഉമ്മ വെക്കണെന്തും. കേങ്ങും കൂട്ടാന്, മീൻകറി, കോഴിക്കറി. ഓല് ഉമ്മാന്റെ ആളാട്ടോ ഫുഡിന്റെ കാര്യത്തില്. ഓരോ സ്കൂൾക്ക് പോകുമ്പോ അവർക്ക് 5 ആക്കില്ല കൂട്ടാന്. 5 ആള് പോയി. എന്തടി അന്നത്തെ കാലത്ത് പറഞ്ഞാലേ ഇമ്മ മാത്രം. അമ്മായി അത് തൊഴിലുറപ്പില്ല. അമ്മായി ചെത്തിക്കൊരാൻ പോകും. ഈ റബ്ബറിന്റെ ഈ ചുറ്റൊക്കെ തടം വെട്ടിക്കാണ്ടില്ല അമ്മ. കുന്നത്ത് മലിക്കൊക്കെ അമ്മായിയും പോകും, ഉമ്മയും പോകും. അപ്പൊ ഉമ്മയാണ് രാവിലെ തൊട്ട്. ഞാനുണ്ട്, അനുണ്ട്, മോട്ടനുണ്ട്, സീനുണ്ട്, പൂമോളുണ്ട്. ഞങ്ങൾ 5 കുട്ടികളെ 5 കുട്ടികള്. പിന്നെ ഓൽക്കില്ലതും. ഇമ്മ ഒറ്റ കടെല്ലാം ചെയ്യും. മദ്രസ്ക്ക് പോണീട്ട് മുന്നേ ചായയും കറി, പിന്നെ സ്കൂൾ വിട്ട് വരുമ്പത്തിന് ചോറ് കൂട്ടാന് ഒക്കെ എല്ലാവർക്കും 5 ആക്കിലെ ചോറും കൂട്ടാനും പ്ലേറ്റ് ആക്കി വെക്കും അമ്മേട്ടോ. ഞാനൊന്നും സഹായിച്ചില്ല. അന്നൊന്നും അന്തല്ല. ഓള് ചെറുതല്ല, നല്ല പോത്താണ്. ഓള് എത്ര കാട്ട്. ഓൾ അന്ന് മുതൽ ഇന്ന് വരെ അടിച്ചു വരാതെയാണ് ഓള് സ്കൂൾക്ക് മാസം. അല്ല ഇടിപ്പിച്ചൂലമ്മക്ക് മൂത്ത കുട്ടിയായതുകൊണ്ട് വ്യത്യാസം. ഞാൻ പറിച്ചതില് സങ്കടണ്ടേ. നേരെ മറിച്ച് ഞാനായപ്പോ ഞമ്മളായപ്പോ ഞമ്മളുമ്മാക്ക് അന്തം വന്നു. എന്നോട് പറയാം അടിച്ചൊരു തോത്തിട്ട് സ്കൂളിൽ പോയിക്കോ. എപ്പോഴാണോ നീച്ച് അടിച്ചൊരു തോത്തണ് 10 വരെ വേഗിന്റെ ഉള്ളിൽ ഞമ്മളൊക്കെ ചോർമ്മന്നല്ലേ എന്റെ വേക്ക് കൊടുക്കുന്നത് വെച്ചെന്ന്. അന്നത്തെ കാലത്ത് അറിയില്ല, അറിയില്ല. പാത്രം പൊട്ട് എന്തോ ഇതാണ് അറിയില്ല. ഓളെ ആദ്യത്തെ ഒരു പേരക്കുട്ടിയാണ് അവിടെ ഉള്ളത്. ഓളെല്ലാം കൊഞ്ചിച്ചതേമാതിരി കൊഞ്ചിച്ച് അങ്ങ് എത്തിക്കണം. പക്ഷെ കെട്ടിച്ചോർത്ത് അങ്ങനെയല്ല കേട്ടോ. കെട്ടിച്ചോർത്ത് നേരെ അവിടെ പോയപ്പോ ഓളെ തണുപ്പണ് മാറി. പണിയെടുക്കാൻ നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ അങ്ങനെ നമുക്ക് അങ്ങനെ ഉണ്ട്. മനസ്സിൽ ഇടങ്ങാറാണ്. അപ്പൊ ഞമ്മള് പണിയെടുക്കേണ്ടടുത്ത് പണിയെടുക്കും. അങ്ങനെ എടുക്കും. ആക്കം പോലെ എടുക്കുള്ളൂ. ചത്തട്ടിയോട് എടുക്കാനേ ഇനി കൊണ്ട് വെച്ചില്ല. അത് അവിടുത്തെ അമ്മായിമ്മ ഇനി അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങള് അമ്മായിമ്മയാണ് ആക്കം പോലെ വൈകുന്നേരം ആവും പണി വെച്ചു. അപ്പൊ അതിന്റെ അടിയിൽ കൂടി വ്ളോഗ് എങ്ങനെ എടുക്കുക. പറ്റിയ അമ്മായിമ്മയാണ്. എല്ലാരോടും ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ
ഉമ്മ അന്ന് എന്താ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ 3 ആൾക്ക് ഉണ്ടാക്കണ്ടേ. ഞാൻ പിന്നെ ചിന്തിച്ചപ്പോഴാണ് പിന്നെയല്ലേ ഇത് കല്യാണം കഴിഞ്ഞ് പെരി പോയി പറ്റിയപ്പോഴാണ് നമ്മളെ അവസ്ഥ ആലോചിച്ച 3 ഉണ്ടാക്കണ്ടേ, എത്ര നേരം. അത് അടുപ്പത്ത് ഒരു ഗ്യാസ് ഒന്നുമില്ല. അടുപ്പത്ത് ഒന്ന് പോയിട്ട് വറവ് കൊണ്ടിട്ടോ ആരൊക്കെ ഞങ്ങളൊക്കെ എല്ലാരും ആ ടൈമിലൊക്കെ ഇജ് കല്യാണം കഴിഞ്ഞ് വേഗം തടിയപ്പിക്കണ് സാധനേ കാറ്റടിച്ചാ തൊയിലുണ്ടാവൂല. നീച്ച് മരം കൊയിഞ്ഞടിക്ക് തന്ന് ഞാന് ഇജു അല്ലാതെ ഇതായിട്ടില്ല. എന്റെ കല്യാണത്തിന് വരും ഞാൻ പറ കൊടുക്കാൻ വെക്കണം. അറിയാം എനിക്ക് പുറത്തേക്ക് എന്റെ കല്യാണത്തിന് ഞാൻ പൊറക്കാണ്ട് ഏറ്റി കൊണ്ടുവന്ന് ഞങ്ങളങ്ങനെ ഇജ് വേഗം കഴിച്ചിലേക്കണ അവിടുന്ന്. പിന്നല്ല കഷ്ടപ്പാട് ആ ഓരോ വറകൊക്കെ എന്റെ തലയിൽ വെച്ചിക്കണ എന്തൊരു കനല്ലതാന്നറിയാം. അതൊക്കെ കുന്നൊക്കെ കേറി തിന്നാൻ തരൂല. പെരിയിലെത്തിയിട്ട് തിന്നാൻ തരൂണ. ഓ അതിന്നൊക്കെ കഴിച്ചില്ലേക്കണ്. ഒരു പണി അറിഞ്ഞിട്ടില്ലേലും വറക് തട്ടാനും അറിയാം, വറകട്ടി ഉണ്ടാക്കാനും അറിയാം, വറക് കൊടുക്കാനും കജ്ജിയൊക്കെ ഒരു കൈവേനി അങ്ങോട്ട്. ഇവിടെ ഒരാള് വന്ന് കുത്തിരിക്കുന്നുണ്ട്. ആ ടൈമില് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഉമ്മാക്ക് പിന്നെ ഗർഭപാത്രമൊക്കെ എടുത്തിടേണ്ട അവസ്ഥ വന്നു. പിന്നെ തടിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. പറ്റ വെച്ചാതായി. ഇപ്പൊ തടിയും കൊണ്ട് ഒന്നിനും വെക്കൂല. തടി ഇങ്ങനെ നല്ല അത്യാവശ്യം തടിയൊക്കെ ഉണ്ടായിനി കേട്ടോ. നല്ല തടി ഉണ്ടായിനി. ഡുണ്ടുമണി ഇനി നമ്മളെ ആൽബൊക്കെ ഒരു ദിവസം റിവീലാക്കാം. നമ്മളെ ആൽബൊക്കെ അല്ലേ ചെറുപ്പത്തെ ഫോട്ടോ ഉമ്മാന്റെ ഇപ്പാന്റെ എല്ലാരും ഫോട്ടോ ഒരു ദിവസം കാട്ടി കൊടുക്കണം. ഈ വീഡിയോയിലെല്ലാം പറ്റിയാന്നുണ്ടെങ്കില് ഞങ്ങള് കാട്ടിത്തരാം. ആ ഫോട്ടോയിലുണ്ട് ഇപ്പ. അതിലിപ്പാക്ക് ഒരു കുഴപ്പമില്ലല്ലോ. പക്ഷെ ആ വീഡിയോ നമ്മളെ കയ്യിൽ ഇപ്പല്ല. ഇപ്പൊ അങ്ങനെ നമ്മളെ ചെങ്ങായി രാവിലെ പണിക്ക് പോകാനാണ് വീഡിയോ കോൾ ചെയ്യാൻ. ഞാൻ മഞ്ഞപ്പൊടി ഇട്ടു അപ്പൊ ഓള് മഞ്ഞപ്പൊടി ഇട്ടിക്കണ അറിയാൻ പറഞ്ഞേ. പോവാനായില്ലേ ഫീക? പോട്ടെ. അങ്ങനെ ഞാന് അട്ടേക്ക് എങ്ങോ കുത്തി ഒടിച്ചത്. ഓളിപ്പോ ക്യാമറ കണ്ടപ്പോ പാത്രം കുടിച്ചിട്ടാണ്. പറ നമ്മള് ഓഫാക്കി വെച്ചിരുന്നു. ഓഫാക്കി ഷെഫീക്കിന്റെ കൂളിംഗ് ഒക്കെ വന്നോണ്ട് കുറച്ചേരം ഓഫാക്കി. അവിടെ ഞാൻ തീ കൂട്ടിക്കണ്. കത്തണുണ്ടോ തീ? ഇപ്പൊ കേടും. നമ്മള് കേക്ക് ഉടച്ചത് തീക്ക് ഇടാട്ടോ. അവിടെ മളക്കല്ലേ കേട്ടുമ്മ. ഇവിടുത്തെ തീ ഇട്ടണമെങ്കിൽ ഉമ്മാക്കേ പറ്റുള്ളൂ. കത്തിച്ചിട്ടാണ്ട് നോക്കാം, പൊട്ടിച്ച് നോക്കാം, കത്ത് നോക്കാം. ഞാൻ കത്തിച്ചു അവിടെ നോട്ടെ. ഇത് കത്തിയിട്ടില്ലെങ്കി അതെടുക്കല്ലേ കേട്ടോ. മറ്റേ എടുത്ത് വെട്ടിക്കോളി. അത് നല്ല കത്ത് നടക്കാം. ഇവിടെ ഒരാള് മസാല ഇതാക്കിട്ട് ദോശ ഞാൻ പറ്റട്ടോ. ദോശ ഞാൻ പറ്റും. ഇന്നലെ അഞ്ചക്ക് ആദുവിന്റെ മസാല ദോശ വീഡിയോ കണ്ടാ കടന്നീന്. ആദുവിന്റെ സാറിനാട് ആരാർന്ന് ഓന്നലെ എന്റെ ഫോണിന്ന് കുറച്ചു നേരം കളിച്ചപ്പോൾ വെറും ദോശന്റെ പാട്ടാ. അപ്പൊ ഇനി തിന്നാൻ കൊടുക്കുമ്പോ പറഞ്ഞോളി ഇന്നലെ കണ്ടില്ലേ വീഡിയോ. അതാണ് ഇത് ഒരു പണിയൊക്കെ കയറി. ഫസ്റ്റ് ദോശ ഞാന്, രണ്ടാമത്തെ കേട്ടോ. എനിക്കിന്നറിയാം വലിയ പൊറാട്ടക്കല്ലില്ലേ അതിന്റെ വലുതുണ്ടാക്കണം. പരത്തി 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 ആകെ മുട്ട 2 മാവുണ്ട്. ചത്തോളം പരത്തുണ്ടാവും. ഇപ്പൊ എല്ലാ ചട്ടിയില് പരത്ത് പരത്തി പരത്തി പരത്തിയോള് ഇന്ത്യ കളഞ്ഞേക്കണ്. അല്ലേ ഈ സിഫിന് എന്തേലും ഉണ്ടാക്കുമ്പോ വെറൈറ്റി ഉണ്ടാക്കും. നല്ല ചേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ സാധനം നല്ല രസം ഉണ്ടാവും. ഓള് വെറൈറ്റി ആക്കും. തൊള്ളി കെറ്റാൻ പറ്റൂല. തിന്നലുണ്ടാവില്ല. ഞാൻ ആദ്യമൊക്കെ എന്തൊക്കെ വെറൈറ്റി ഉണ്ടാക്കി. നമ്മളെ മസാല ഇവിടെ റെഡിയായി. ഉപ്പുണ്ടോ? ഉപ്പില്ല. ഉപ്പില്ല. സത്യസന്ധതായിട്ടില്ല കുക്കിംഗ്. ഉപ്പ് കഴിഞ്ഞിക്കണ്. അതിന്റെ ക്യാമറയിലൊന്നും വിളിച്ചു പറയല്ലേ. ഇപ്പടാണല്ലേ ഒക്കെ സൈക്കോളാണേല്. ഇതില് ഞാൻ മാത്രമുള്ള പിന്നൊരു മെച്ചുവേറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉപ്പ് കഴിയാൻ പാടില്ല അറിയണേക്കല്ലേ. അറിയില്ല. സാധനം കഴിഞ്ഞ പിന്നെ പിന്നെ കാട്ടണേ പീടിയ അതിനല്ലേ. അല്ലെങ്കിൽ ശരിയാക്കട്ടെ. ഉമ്മ അങ്ങനെ ഇവിടെ കൊത്തി നുറുക്കുണ്ട്. ആ ചീളുകള് കാട്ടി കൊടുത്താണി. അങ്ങനെ നിലത്തെടുക്കണ ചീള് മാതിരി ആക്കണം. നമുക്ക് ഇവിടെ ഓലക്കൊടി ഒന്നും കിട്ടാല്ല കേട്ടോ. അതാണ് ഓലക്കൊടിക്ക് ഞാൻ പറഞ്ഞ കിട്ടാല്ല. എന്റെ അവിടെ നിറച്ച് തെങ്ങുണ്ട്. കൊണ്ടേ ഞാൻ നാളെ കൊണ്ടുവന്ന് കൊടുത്തിന്. സ്കൂട്ടി മേരുമ്പോ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കലാണ്. ഒഴിവുണ്ടാകുമ്പോ വരി മാറി. മഴ സ്റ്റാൻഡേർഡ് ബാധിക്കും. വരൂല. ഞാൻ പറയലുണ്ട് ഉമ്മ വരി നമുക്ക് രണ്ടു കടലിപ്പിയാ പോലെ സുഖമായി കത്തിച്ചൂടെ ചോദിച്ചു നോക്ക്. ഞാൻ വിളിച്ചല്ലുണ്ട്.
ഇത് നമുക്ക് കൈക്കണക്കൊക്കെ ഉണ്ട്, ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് താപനില അറിയാൻ പറ്റും. ആർക്കും അറിയില്ല അത് എവിടുന്നാ ട്രിക്ക് കിട്ടിയേ. ഊതരുതട്ടോ ഊതിയേ. അപ്പൊ പാകത്തിന് വെക്കണ ചൂട് കയറി കഴിഞ്ഞാല് പരത്തല് നമുക്ക് കാണാം. പരത്തല് കണ്ടോട്ടോ എല്ലാരും ഇതേപോലെ പരത്തണം കേട്ടോ. നിങ്ങളൊക്കെ പരത്തണ രീതി മാറ്റിങ്ങാണ്ട് പരത്തിക്ക. ഉമ്മാനോടൊരു ഉപ്പും മുളക് എടുത്തേക്കാൻ പറയുന്നു. ഉയ്യന്റെ വരും ഒരാളെ തഗ്ഗിന് വേണ്ടി കാത്തുന്നാണ്. ഞാനൊക്കെ കണ്ട് ഹോട്ടൽ പണിക്ക് പോയണ്ടല്ലോ ദിലീപിന്റെ മറ്റേ മസാല ദോശയിലൊക്കെ ഇങ്ങോട്ട് വിളിച്ചു. ഇതേ പുട്ടാണ്. ഇനി നമ്മൾ എന്താട്ടണം? നെയ്യുണ്ടോ? നെയ്യുണ്ട്. നെയ്യ് എടുക്ക്. അതൊക്കെ ഇല്ല ഇതിന്റെ ഒരു ഇത്. നെയ്യുണ്ടേരി. നെയ്യില്ലമ്മ വീഡിയോയിൽ അങ്ങനെ പറയൊക്കെ ഉണ്ട്. നമ്മളില്ലതുണ്ട് പറയും. അല്ല ദോശ മൂടിയൊക്കെ ഒന്നും ഇല്ല. എന്റെ നാട്ടില് അടച്ചൊക്കെ അതാക്കണ മൂടിയാടെ. ദോശ ഓള് വലിയ കാണുന്ന ചില്ലിലെ മൂടിയൊക്കെ ഇട്ടു. ഇടുക്കപ്പ എങ്ങനെ കുറച്ചോനെ അതിന്റെ പൊടിയാരമ്മ കൊണ്ടുപോയേ. ഈ സമയം ഓ ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. മണ്ണെണ്ണ ഉണ്ട്. ഈ സമയം എന്ത് സാധനം കേടെടുത്താലും എല്ലാം അവിടെ കൊണ്ടുപോയിക്കൂട്ടോ. ഇല്ലമ്മ ഇല്ല പൊട്ടിച്ചാലൊക്കെ ഒരു കാര്യം ഞമ്മള് വന്നിട്ട് താരപ്പെടെ പൊട്ടിച്ചിട്ടിരിക്കണ പാത്രം ആയാലും എന്തായാലും ഓള് കാണാൻ അറിയാത്ത മാതിരി വല്ല അങ്ങി നിക്കണം. ഞാനല്ല സമ്മതിച്ചോ. ഞാനിത് എഡിറ്റ് ചെയ്ത് അയ്യോടി. പിന്നെ അന്റെ മാത്രം കളിയാ ഞങ്ങളതൊക്കെ എടുത്തിട്ട് അതാട്ടെ നമ്മളെ പരിപാടി എല്ലാരും കാണണ്ടി. കുറച്ച് മസാല പോരെ. മസാല ആവശ്യത്തിന് അല്ലമ്മ മസാല കൊറേ ഉണ്ടായാലും ഇത് അപ്പൊ ഒരു നുള്ളി അപ്പൊ കൊണ്ട് മസാല കുറയോ? നമ്മളിതിനൊക്കെ അതൊക്കെ വെച്ചാതി നല്ലതൊക്കെ ഉസ്താദ് ഹോട്ടലത്തെ ദോശയാണമ്മ. ഉസ്താദിന്റെ ദോശ നല്ല ഉസ്താദ് ഹോട്ടലത്തെ ദോശ. നമ്മളിങ്ങനെ സ്റ്റാൻഡേർഡിൽ ചെല്ലുമ്പോഴാണ് അയ്യോ കണ്ടത് മറിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ അവിടെ ഇതൊക്കെ കേട്ട് കുത്തിരിക്കുന്നു കേട്ടോ. ഇപ്പൊ കണ്ണും പോയി കുത്തിരിക്കണം. ഇതൊക്കെ കാണില്ല നല്ല കണ്ടിരിക്ക. അങ്ങനെ നമ്മളത് ഒന്ന് കഴിഞ്ഞു കണ്ടോ. അതിന്റെ ഫിനിഷിങ് ഒക്കെ കറുമുറാണോ ദോശ മുരിയണം കേട്ടോ. എത്രത്തോളം മുരിയണം? കടിച്ചാ കിട്ടാത്ത വിധം മുരിയണം. അല്ല കടിച്ചാ കിട്ടാത്ത വിധം മുരിയണോ? അത്രക്ക് മുരിയണ്ട. അത്രക്ക് മുരിയണ്ട. വെറുതെ പീരൂല് പറയണോ. രണ്ട് കോട്ടല് തെച്ചില്ലോളുള്ളില് നോക്ക് മുരിയണോ. കോട്ടല്ലേ ആദ്യൊക്കെ പിന്നീട് കുത്തി കുത്തി ഇപ്പൊ പല്ലില്ല. അപ്പൊ പല്ലില് ഇങ്ങനെ നല്ല പ്രായണ്ട് അങ്ങനെ പല്ല് കൊഴിഞ്ഞു പോവാണ്. പല്ലിലേ നമ്മള് ചെറുപ്പത്തിലൊക്കെ കുത്തുമ്പോ പിന്നെയാണ് നമുക്ക് ആ ഇത് അറിയുള്ളൂ. വെറുതെ പിന്നീട് കുത്തുമ്പോ ഇതിലെ കുത്തി ഇപ്പുറത്ത് കൂടെ വരുത്തൂല നമ്മള്. ചോര അങ്ങനെ വരും. ആദ്യമൊക്കെ രസമായില്ലേ. ആദ്യത്തെ പരിപാടി എന്താണെന്ന് അറിയോ? അത് ഞാൻ പറയട്ടെ. ക്യാമറ കുറിച്ചിട്ടോ അസലൊരു സൈക്കോ സ്വഭാവം എന്തേനെന്നറിയോ? ഇമ്മയൊക്കെ ഓളെ ഏൽപ്പിച്ചിട്ടേ ഓളാണല്ലോ തറവാട്ടത്തെ വലുത്. ഇമ്മയൊക്കെ ഓളെ ഏൽപ്പിച്ചിട്ട് നമ്മളെ പോകും. എന്റെ ദോശ കരയാനാ അപ്പോൾ മെനക്കാണ്. എന്നിട്ടേ ഇമ്മയൊക്കെ ഓളെ ഏൽപ്പിച്ച് നമ്മളിപ്പോ വരട്ടെ ജോലിയൊക്കെ നോക്കുക ഞങ്ങള് 4 ആളെ ഏൽപ്പിച്ച് പോകും. എന്നിട്ട് ഓള് അത്രയും നേരം നല്ല കുട്ടി ഷാളൊക്കെ ഇട്ട് നിക്കാരെ ഇമ്മ പുറത്തേക്ക് ഇറങ്ങിയ റൂമത്തെ ലൈറ്റ് കൊണ്ട് ഓഫ് ആക്കും. ഇല്ല മുടി മുന്നിൽ കണ്ടിട്ടിട്ട് കാട്ടി കൊടുക്കട്ടെ. ഓളെ സ്വഭാവമാണ്. ഓക്കാണെങ്കിൽ ആ 10 വെല്ലുമ്പോ നഖമുണ്ട്. അന്നൊക്കെ ഓള് മോഡലാണ്. നമ്മൾ അന്തല്ലാതെ ഇങ്ങനെ തുള്ളിമുച്ചിറക്കുന്ന ടൈമല്ലേ. എന്നിട്ട് ഈ കസാലമ്മ ഇങ്ങ് കാലച്ചിട്ടേ കാഞ്ഞനാടൂലേ. ചുറ്റും റബ്ബർ തോട്ടം ഞാനന്ന് എങ്ങനെ ആയതറിച്ച് പ്രേത സിനിമകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാണ്. ഞാന് ചെപ്പിക്ക് പേടിച്ചിട്ടോ. എന്താ സിപ്ന താത്ത എന്തൊക്കെ
നിങ്ങളെ താത്ത ഇവിടെ പോയി, നിങ്ങളെ താത്തയല്ല ഞാൻ പ്രേതമാണ്. എന്നിട്ട് അറിയാം ഞങ്ങളോട്, നിങ്ങളമ്മ വരുമ്പത്തിന് നിങ്ങളെ രണ്ടാളും ഞാൻ കൊല്ലും. എന്നിട്ട് ഞാൻ മരിച്ച പോലെയൊക്കെ അങ്ങനെയൊക്കെ കൊല്ലിക്കൊക്കെ പുടിച്ചാ മാന്തിട്ട് സൈക്കേനി. എന്നിട്ട് ഉമ്മ വരുമ്പത്തിന് ഞങ്ങള് പേടിച്ച് കട്ടിന്റെ ഉള്ളിലൊക്കെ കാരണം ഞങ്ങള് രസം ബാക്കി ജോലി പേടിച്ച് ചാകുക. വള്ളത്തിന് പോകാൻ കാത്തുക്കും, കുടിച്ചാ വെള്ളം താഴ്ത്തുന്ന കൊണ്ടുവരാൻ ഉമ്മ പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിച്ചാൽ ഉമ്മ വരൂല നോക്കാതെ. കുട്ടികളൊക്കെ നോക്കണം കേട്ടോ, തെക്ക് നോക്കും. ഓള് മറ്റേ കാഞ്ചനന്റെ ഒക്കെ മാതിരിയാണ് നിന്നാണ്ട് ആടും, മുടിയൊക്കെ മുന്നൊക്കെ ഇട്ടിട്ട് എന്താ വരാത്തെന്തോ ഭാഗ്യാണ് എനിക്ക്. അങ്ങനെയൊക്കെ സഹിക്കാണ് ഓള്. നിങ്ങള് പാവാടാന്നിട്ടൊന്നും കാര്യമല്ല, ഓളെ ശരിക്കുള്ള സ്വഭാവം ഞങ്ങൾക്കുള്ള അറിയും. ആ കന്തകാലം കാലത്ത് കാട്ടിക്കൂട്ടിയത് ഒരു മനുഷ്യനെ അറിയില്ലല്ലോ. അതാണ് ഓളെ കഥ. അന്നെയൊക്കെ അപ്പളെ കാട്ടാൻ പറ്റിയിട്ടുള്ളൂ, ഇപ്പൊ ജിന്നെ കാട്ടുണ്ടല്ലോ. ഇല്ലപ്പാ പ്രേതത്തിന്റെ രൂപം വന്നോള് പാടിട്ടേക്കൂല. അല്ല തവണ അങ്ങനത്തെ ഞാനൊന്ന് ഒറ്റക്ക് പുറത്തേക്ക് ഇറങ്ങും, നിങ്ങളെ മേടിപ്പിച്ച അവസ്ഥ. ഞങ്ങൾക്ക് അന്ന് അന്തല്ലല്ലേ, ഞങ്ങള് 3-ലും 4-ലൊക്കെയാണ്. അങ്ങനെയൊക്കെ ഒരു സൈക്കിളോട് പറഞ്ഞ ഞങ്ങള് വിശ്വസിച്ചോന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഒരു വൃത്തികെട്ട അതിനകത്ത് പെട്ടതേനോള്. അങ്ങനെ ഞാൻ 2 മസാല ദോശ ഇട്ടിഞ്ഞ് ഞങ്ങള് തിന്നാനായിട്ട് കാട്ടിത്തരാം അല്ലേ. രണ്ടെണ്ണം ചുട്ടു. അപ്പൊ ഇതാണ് ഞമ്മള് മസാല ദോശ എന്ന് പറയുന്നത്. ഇനി ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയോണ്ടിട്ടോ. മാറ്റാനേ ഉള്ളൂ. ഇമ്മ മാവ് വളരെ കുറവാണല്ലോ, നിങ്ങൾ പിന്നിട്ടില്ലായിക്കാരി. ഇടുന്തോറും കൂടിയല്ലേ അടിയത്, ഇടുന്തോറും കുറയും നിങ്ങളതൊക്കെ. തിന്നാണ്ടാവൂല അതാ പറയുന്നത്. മസാല ദോശ ഇവിടെ റെഡി ആയിക്കണേ. ഇനി ഒന്നും നോക്കാല്ല, നേരെ പോയി ചായ കുടിച്ചട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു രാവിലക്കത്തെ ഒരു വീഡിയോ ഇനി ഒരു മസാല ദോശ ഉണ്ടാക്കല് അപാരത എന്നൊന്ന് പറയും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.